നമസ്കാരം. ഞാൻ നന്ദുലക്ഷ്മി. ഡിവൈൻ ഡിഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവിയേ നമഃ. വരാഹിയമ്മനോട് കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. പഞ്ചമിതിഥി പൂജാ വഴിപാട് മാത്രമല്ല, ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണച്ചാല് സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഡീറ്റെയിൽസ് അയക്കാവുന്നതാണ്. ഇന്ന് പഞ്ചമിതിഥിയാണ്, വളർപ്പിറ പഞ്ചമി. അതും വരാഹിയമ്മനിക്കെന്നേ ഉള്ള ദിവസം, വസന്ത പഞ്ചമി. തിഥി ടൈമിങ്സ് നോക്കാം. പഞ്ചമി തിഥി അതിരാവിലെ, ഇന്നേക്ക് വെള്ളിയാഴ്ച അതിരാവിലെ 2:35 AM തുടങ്ങി നാളെ ശനിയാഴ്ച 24-ാം തീയതി 3:55 AM വരെ ഇരിക്കുന്നുണ്ട്. പൂജാ വഴിപാടുകൾ ചെയ്യുന്നവര് ഇന്നത്തെ രാത്രി വിട്ടുകളയരുത്. ഇന്ന് വസന്ത പഞ്ചമിയാണ്. ഇന്നത്തെ പതിവ് എന്താച്ചാല് വസന്ത പഞ്ചമിയും വെള്ളിയാഴ്ചയും ചേർന്ന് വരുന്നത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു റെമഡിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നത്. ഈ മെത്തേഡ് വന്നിട്ട് നിങ്ങൾക്ക് എപ്പോഴെല്ലാം യൂസ് ചെയ്യാമെന്ന് ചോദിച്ചാല്, ഇന്ന് പഞ്ചമി തിഥി വിട്ടുപോയവർക്കാണെങ്കിൽ നിങ്ങൾ വെള്ളിയാഴ്ച ഇത് ചെയ്തോളുക. പഞ്ചമി തിഥിയിൽ ചെയ്യുന്നവര് തിഥി ഇരിക്കുന്ന സമയത്ത് എപ്പോ വേണേലും ചെയ്യാവുന്നതാണ്. എന്നാൽ ഇന്ന് വിടുന്നവരാണെങ്കിൽ നിങ്ങൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 6 മണിക്കും 12 മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് ചെയ്തോളുക. അപ്പോ ഇനി വന്നോളൂ, നമുക്ക് വീഡിയോക്കുള്ളിലേക്ക് പോകാം. അതിനു മുന്നേ ഫ്രണ്ട്സ്, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. ഇന്നത്തെ പതിവ് എന്താച്ചാല് പണത്തെ സംബന്ധപ്പെട്ടതാണ്. ദാറ്റ് മീൻസ് പണം എന്നത് എല്ലാവർക്കും അത്യാവശ്യപ്പെട്ട ഒരു ഘടകമാണെന്ന് അറിയാമല്ലോ. പണം കിട്ടിയാൽ ആരെങ്കിലും വേണ്ടാന്ന് പറയുമോ? അതുപോലെ തന്നെ പണം ഇല്ലാതെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുവോ? സോ പണത്തെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വഴിപാട് മുറയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നത്. ശരിയാ? ഇപ്പോ ബിസിനസ്സിനായാലും ശരി, വീട്ടിൽ പണപ്രശ്നം ഉണ്ടായാലും ശരി, നല്ല പണപ്പെരുപ്പിന്, പണം അട്രാക്റ്റ് ആയിട്ട് നമ്മളിടം വരാൻ, അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു മെത്തേഡാണിത്. ഇവിടെ വന്നിട്ട് നമ്മൾ ഒരു ഏഞ്ചൽ നമ്പരും ഒരു സ്വിച്ച് വേർഡുമാണ് ഉപയോഗിക്കുന്നത്. അത് വന്നിട്ട് ഒരു ഭയങ്കര ശക്തിയുള്ള പൊരുള് ഇതിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ശുക്രനോട് എനർജി അട്രാക്ട് ചെയ്യുന്ന ഒരു പൊരുളാണിത്. വേറൊന്നുമല്ല, ഏലക്കായ. ശരിയാ? അപ്പോ നിങ്ങള് പണ ആകർഷണത്തിനായിട്ട് ഇന്ന് ഈ വഴിപാട് മുറ ചെയ്യുമ്പോൾ എടുക്കേണ്ടിയത് ഒരു 6 ഏലക്ക നിങ്ങൾ എടുത്തോളുക. ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഡേ. നിങ്ങൾ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തോളുക. ശരിയാ? അല്ലാത്തവര് അടുത്തെന്ന് വീഡിയോ കാണുന്നുവോ അന്ന് ചെയ്യുക. പിന്നെ പൗർണമി, അമാവാസ്യ, പഞ്ചമി, നവമി, അഷ്ടമി ദിവസങ്ങളിലൊക്കെ ചെയ്യുന്നതിന് ഇരട്ടി ബലം കിട്ടുന്നതാണ്. ഈ ഏലക്കായ ഇപ്പൊ നമ്മള് 6 ഏലക്കായ എടുത്തൂലോ. ഈ ഏലക്കായയിൽ വന്നിട്ട് പണത്തിനെ അട്രാക്ഷൻ ചെയ്യുന്ന ഒരു ഏഞ്ചൽ നമ്പർ ഞാൻ പറയാം. ആ ഏഞ്ചൽ നമ്പർ നിങ്ങൾ ഇതില് ഏലക്കായൽ എഴുതുക. എഴുതേണ്ടത് വേറെ ഏത് കളർ പെന്നും യൂസ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഗ്രീൻ കളർ പെന്ന് തന്നെ യൂസ് ചെയ്യുക. അത് മാർക്കറോ സ്കെച്ചോ ഏതോ നിങ്ങൾ യൂസ് ചെയ്തോളുക. വേറൊന്ന് വന്നിട്ട് ഇത് ഏത് ദിവസം വേണേലും എഴുതാം. എന്നാൽ ഇതിനൊരു പെർട്ടിക്കുലർ ടൈം ഇരിക്കുന്നുണ്ട്. വൈകുന്നേരം 6 മണിയിലിരുന്ന് അന്ന് തീരുന്നത് വരെ 12 മണിക്കുള്ളിൽ രാത്രി. ശരിയാ? ഈ ഏലക്കായിൽ എഴുതേണ്ട ആ മണി അട്രാക്റ്റിംഗ് ഏഞ്ചൽ നമ്പർ ഏതാച്ചാല് 571 571 571. നിങ്ങൾ 6 ഏലക്ക കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഓരോന്നായിട്ട് എടുക്കുക. പച്ച കളർ പെന്നെടുക്കുക. അതില് 571 എന്ന് എഴുതുക. 6ലും ഇങ്ങനെ 571 എന്ന് എഴുതി വെച്ചൂലോ. ഇത് എവിടെ വെക്കണമെന്ന് ചോദിച്ചാല് നിങ്ങളുടെ പേഴ്സിലോ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബ്യൂറോയിലെ ലോക്കറിലോ അതല്ല കൈപ്പെട്ടിയിലോ എവിടെയാണോ നിങ്ങൾക്ക് വയ്ക്കണം അവിടെ നിങ്ങൾ കൊണ്ട് വെച്ചോളുക. കൂടെ നിങ്ങൾ ഈ സ്വിച്ച് വേർഡ് കൂടെ എഴുതിക്കൊള്ളണം. അത് മാനിഫെസ്റ്റേഷൻ നോട്ടിൽ സ്വിച്ച് വേർഡ് എഴുതിക്കോളൂ.
ഇനി ഡൗട്ട് വരാം 6 ഏലക്കായ എങ്ങനെ പേഴ്സിൽ വെക്കണമെന്നുള്ളത്. അത് വന്നിട്ട് 6 ഏലക്കായും നിങ്ങൾ എഴുതിയതിന് ശേഷം ഒരു പേപ്പറിൽ പൊതിഞ്ഞ് അത് നിങ്ങളുടെ പേഴ്സിലോ ലോക്കറിലോ എവിടെയെന്ന് വെച്ചാൽ 6 ഒന്നിച്ച് തന്നെ വെക്കുക. ശരിയാ? ഇനി വന്നിട്ട് ഇപ്പൊ നമുക്ക് പണത്തിന് ആവശ്യം ഇരിക്കുന്നുണ്ട്. ഈ പണം വന്നാൽ മാത്രമേ നമ്മൾ അടുത്ത് പറഞ്ഞിരിക്കുന്ന ഇടത്തിൽ നമ്മൾ കമ്മിറ്റ് ചെയ്തിരിക്കുന്ന ഇടത്തിൽ നമുക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാല് നമുക്ക് തരാനുള്ള ആള് അല്ല, നമ്മൾ ആരെന്തെങ്കിലും ചോദിച്ചിരിക്കുന്നെങ്കിലോ അവര് നമുക്ക് ഒരു ആൻസർ തരുന്നില്ല, അവർ ഫോൺ എടുക്കാതെയോ എന്തെങ്കിലും, നമുക്ക് അതിന് നെഗറ്റീവായിട്ടുള്ള ഒരു റിപ്ലൈ ആണ് വരുന്നത്, പോസിറ്റീവായിട്ട് ഒന്നും വരുന്നില്ല. നമ്മൾ ഭയങ്കര ടെൻഷനായി പോവും. ശരിയല്ലേ? ആ സമയത്താണ് നിങ്ങൾ ഈ വഴിപാടും ചെയ്ത് ഞാൻ ഈ പറയുന്ന സ്വിച്ച് വേർഡും കൂടെ ചൊല്ലിക്കോളുക, എഴുതിക്കോളുക. യൂണിവേഴ്സ് നിങ്ങളെ തേടി വന്ന്, പ്രപഞ്ചം നിങ്ങൾക്കിട്ട് വന്ന് നിങ്ങൾക്ക് പണം കൊടുക്കും. നിങ്ങൾ യൂണിവേഴ്സിനോട് പറയണം. ഈ പറയുന്നത് ഒരു മന്ത്രവാർത്തയാണ്. സോ നിങ്ങളെ തേടി വന്ന് യൂണിവേഴ്സ് പണം തന്നിട്ട് പോകും, അത് ഏത് വഴിയിൽ കൂടെ ആയാലും. ആ മന്ത്രവാർത്ത ഇതാണ്, എഴുതി വെച്ചോളൂ. ഫൈൻഡ് കൗണ്ട് ഡിവൈൻ. ഫൈൻഡ് കൗണ്ട് ഡിവൈൻ. ഫൈൻഡ് കൗണ്ട് ഡിവൈൻ. ഞാൻ മുന്നേ ഇത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. പക്ഷെ ഈ ഏലക്ക വഴിപാടിന്റെ കൂടെ, ഈ ഏഞ്ചൽ നമ്പർ എഴുതുന്നതിന്റെ കൂടെ ഈ സ്വിച്ച് വേർഡ് കൂടെ എഴുതിയാൽ അതിന് 10 മടങ്ങ് ബലം നിങ്ങൾക്ക് കിട്ടും. ശരിയാ? നമുക്ക് ആവശ്യമുള്ള പണം നമ്മളെ തേടി വരും. അങ്ങനെയാണ് ഇത് പറയപ്പെടുന്നത്. സോ എല്ലാരും ചെയ്തു നോക്കുക. നിങ്ങളുടെ റിസൾട്ട് വന്നിട്ട് എനിക്ക് കമന്റിൽ പറഞ്ഞോളുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ പിടിച്ചിരുന്നാൽ ഒരു ലൈക്ക് തരണേ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ അറിയുന്ന ഗ്രൂപ്പ്സുകളിലേക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.